വിഭശ്ചിത് ചക്രവർത്തിയുടെ 4 രൂപങ്ങൾ അഗ്നികുണ്ഡത്തിൽ നിന്നും 4 രൂപങ്ങളായിട്ടാണ് പുറത്തു വന്നത്. അവരൊരു ഘോരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടു, ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്തി. ശത്രുക്കൾ ഓടിയിട്ട് അവരുടെ പുറകെ ഓടി തുരത്തി കുറേ ആളുകളെ കൊന്നു. അങ്ങനെ അവരൊരു കടൽ തീരത്തെത്തി. ആ കടൽ തീരത്തിൽ ഒരു വലിയ മലയുണ്ടായിരുന്നു. ആ മലയിലുള്ള മരങ്ങളെയും പക്ഷികളെയും ഒക്കെ കുറിച്ച് വിവരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ കാക്കയുടെയും പട്ടിയുടെയൊക്കെ സുഭാഷിതം വായിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കഥയിലേക്ക് മടങ്ങി വരികയാണ്. അതായത് 121 സർഗം മുതൽ വായിക്കാം. ശ്രീ വസിഷ്ഠ ഉവാച. വസിഷ്ഠ മഹർഷിയാണ് പറയുന്നത്. വാൽമീകി വസിഷ്ഠനിലൂടെ സംസാരിക്കുകയാണ്. അഥ തേഷ്വർണപതടേ ശ്വേതേ ഭൂമൗ വിപശ്ചിതഃ ഉപവിശ്യൈതദഖിലം ചക്രൂ രാജ്യപ്രയോജനം. അവരാ സമുദ്രതീരത്തിൽ എത്തി കടൽക്കരയിൽ ഇരിപ്പുറപ്പിച്ചു. എന്നിട്ട് ഈ പിടിച്ചടക്കിയ ദേശമുണ്ടല്ലോ, ആ സാമ്രാജ്യം, അതിനെ ഈ 4 പേരുമായി പങ്കിട്ടെടുത്തു. ഓരോ ദിക്കിലും ഓരോരുത്തരെ രക്ഷാധികാരിയായി തീരുമാനിച്ചു. ഇവർ 4 പേരും കൂടെ ചേർന്ന്. അതാണ് രാജ്യത്തിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ, രാജ്യം വിസ്തൃതമാക്കുക അല്ലെങ്കിൽ സാമ്രാജ്യം വികസിപ്പിക്കുക എന്നതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമമാണ് ഒരു ചക്രവർത്തി ആഗ്രഹിക്കേണ്ടത്. അഥ ഏതേ പ്രാഗുക്ത വിഭശ്ചിതേ ഏതേ സ്വർണവതടേഷു ഉപവിശ്യ ഏതത് പ്രാങ് മന്ത്രിഭിർനിവേദിതം മണ്ഡലമര്യാദാ സ്ഥാപനരൂപം പ്രയോജനം ചക്രുഹു. മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം ഈ ഒരേ ആൾ തന്നെ 4ആയി പിരിഞ്ഞിരിക്കുകയാണല്ലോ. അവരെല്ലാവരും കൂടെ കൂട്ടായിട്ട് ഒരു തീരുമാനമെടുത്തു. എങ്ങനെയാണ് ഈ രാജ്യത്തെ വിഭജിക്കുക, ഓരോരുത്തരെയും ഓരോ ദിക്കിൻ്റെ അധിപതിയായി തീരുമാനിക്കാനുള്ള ചർച്ചയിൽ ഏർപ്പെട്ടു. തദാ തത്രൈവ തേ വാസഭൂമിം കൃത്വാ യഥാക്രമം തസ്ഥുർമണ്ഡലമര്യാദാം സ്ഥാപയാമാസുരക്ഷതാം. ആ കടൽക്കരയിൽ ആ മണ്ണിൽ ഇരുന്നു കൊണ്ട് തന്നെ ഓരോരുത്തരും ഏതേത് ഭാഗത്തെയാണ് ഭരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ അടിപിടിയോ ലഹളയോ ഒന്നും കൂടാതെ സീറ്റ് വിഭജനം നടപ്പിലാക്കി. അതാണല്ലോ ഇപ്പോൾ സീറ്റ് വിഭജനം. ഓരോ മണ്ഡലത്തിൽ ആരാണ് MLA അല്ലെങ്കിൽ MP ആയിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത്. അതുപോലെ ഇവർ അടിപിടിയൊന്നും ഉണ്ടാക്കാതെ രാജ്യ അതിർത്തികളെ തീരുമാനിച്ചു. അതായത് ഓരോരുത്തരും ഏതേത് ഭൂവിഭാഗങ്ങളിലാണ് ഭരണം നടത്തേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കപ്പെട്ടു. സ്വയം തത്ര തസ്തുഹു മണ്ഡലമര്യാദാം ച സ്ഥാപയാമാസു. അവരവരുടെ മണ്ഡലം, അവരവരുടെ ഭരണത്തിൻ്റെ കീഴിൽ ഏതേത് പ്രദേശങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമായി. അഥവർണ്ണയിതും ശ്രീമാൻ തത്പ്രതാപമിവാഗമതേ സംപ്രവിശ്യ സമുദ്രാന്തരന്യലോകാന്തരം രവിഹി. അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞു. ചർച്ചയൊക്കെ കഴിഞ്ഞപ്പം ഏതാണ്ട് സൂര്യാസ്തമയമായി. അപ്പോൾ ആ സൂര്യൻ കടലിൽ ഇങ്ങനെ താഴ്ന്നു പോകുന്നതിന് ചമത്കാരമായിട്ട് വർണ്ണിക്കുകയാണ്. ശ്രീമാനായ സൂര്യൻ ഈ ഭൂമിയിൽ ഇവരുടെ പ്രതാപവും ഐശ്വര്യവുമൊക്കെ മിക്കവാറും ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ മറ്റു ലോകങ്ങളിൽ ഇവരുടെ യശസ്സിനെ, കീർത്തിയെ വ്യാപിപ്പിക്കാനെന്നോണം സൂര്യൻ കടലിനടിയിൽ താണു. അപ്പോൾ അദ്ദേഹം വേറൊരു ലോകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. സംപ്രവിശ്യ സമുദ്രാന്തര അന്യലോകാന്തരം രവിഹി. അന്യലോകം എന്ന് പറഞ്ഞാൽ അവിടെ പാതാളമാണ്. കടലിൽ താഴുന്ന സൂര്യൻ പാതാളത്തിലേക്ക് പ്രവേശിക്കുന്നതായി കവിഭാവന. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു. തേഷാം വിപശ്ചിതാം പ്രതാപം ലോകാന്തരം ജ്യോതിഷമതേ പാതാളലോകം പൗരാണികമതേ മേരൂത്തരം ഭാഗസ്ഥം വർഷാന്തരം. മഹാമേരുവിൻ്റെ ഒരു വശത്താണ് ഭാരതവർഷം, ഭാരതമെന്നുള്ള രാജ്യം. ഈ പർവ്വതത്തിൻ്റെ മറുഭാഗത്താണ്
മറ്റ് ദ്വീപങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ രാജാക്കന്മാരുടെ, ഈ 4 പേരുടെയും കീർത്തി വ്യാപിപ്പിക്കുന്നതിനായി സമുദ്രത്തിൻ്റെ ഉള്ളിൽ ആദിത്യ ഭഗവാൻ പ്രവേശിച്ചു. സമുദ്രതീരസ്ഥ ജനദൃഷ്ടോക്തി. കടൽ തീരത്ത് നിൽക്കുന്ന ആളുകൾ സൂര്യൻ കടലിനടിയിലേക്ക് താണു പോകുന്നത് പോലെയാണ് കാണുന്നത്. അങ്ങനെ സമുദ്രാന്തർഭാഗത്തിൽ പ്രവേശിച്ചു ആദിത്യ ഭഗവാൻ. ആയയൗ യാമിനീ ശ്യാമാമേഘലേഖേവതാനവം സമ്പാദിതാഹർവ്യാപാരാസ്തസ്ഥു സ്വശയനേഷു തേ. അങ്ങനെ കറുത്ത വർണ്ണത്തോടു കൂടിയ യാമിനി അഥവാ രാത്രി ആഗതയായി. മേഘലേഖേവ താനവം, പതുക്കെ പതുക്കെ ഇരുട്ടിൻ്റെ കനം വർദ്ധിച്ചു വന്നു. സമ്പാദിത അഹർവ്യാപാര, പകലിലുള്ള കൃത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് ആ 4 രാജാക്കന്മാരും അവരുടെ സേനാവിഭാഗവുമൊക്കെ സ്വശയനേഷു തേ തസ്ഥുഹു, എല്ലാവരും കിടന്നുറങ്ങാൻ ആരംഭിച്ചു. എവിടെയാ? കടൽ തീരത്ത് തന്നെ. ഈ 4 വിപശ്ചിത്തുകളും, നേരത്തെ ഒരു ചക്രവർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു വിപശ്ചിത്ത്. അദ്ദേഹം തൻ്റെ ശിരസിനെ അഗ്നിയിൽ ഹോമിച്ച് 4 ഹോമകുണ്ടങ്ങളിൽ നിന്ന് 4 രൂപത്തിൽ പ്രകടമായി. ആ 4 പേരും അവരുടെ ഭടന്മാരും എല്ലാവരും കിടന്നുറങ്ങാൻ തുടങ്ങി. ആ സമുദ്രം നദീവാഹ ഇവ ദൂരാതുപാഗതാഹ ഇദം സമ്പാദയാമാസുർവിസ്മയാകുലചേതസഃ. സമുദ്രങ്ങളിൽ സദാ ഒഴുകിയെത്തുന്ന നദീപ്രവാഹം പോലെ ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ആ സൈന്യം കടൽ തീരത്തെത്തിയത്. ഇദം സമ്പാദയാമാസുഹു, ആ കടൽ തീരത്തെത്തിയിരിക്കുന്ന അവർ പ്രധാനമായും ഈ വിപശ്ചിത്തിൻ്റെ, ആ ചക്രവർത്തിയുടെ ആ 4 രൂപങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. വിസ്മയാകുല ചേതസ, അത്യന്തം വിസ്മയം നിറഞ്ഞ മനസ്സുകളോടുകൂടി അവർ ഒരു കാര്യം ആലോചിച്ചു. ഇനി എന്താണ്? ശത്രുക്കളെയൊക്കെ അമർച്ച ചെയ്തു കഴിഞ്ഞു, ഭൂമി മുഴുവൻ അധീനതയിലാക്കി. അഹോനുദൂരമധ്വാനം പ്രാപ്ത വയമയത്നതഃ പ്രഭാവാദ്ദേവദേവസ്യ വന്യേർദിവ്യൈസ്വവാഹനൈഃ. നമ്മൾ വളരെ ദൂരം നമ്മുടെ രാജധാനിയിൽ നിന്ന് യാത്ര ചെയ്ത് ഈ കടൽ തീരത്തെത്തിക്കഴിഞ്ഞു. ഇതൊക്കെ ദേവദേവനായ അഗ്നിഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് നമുക്ക് സാധ്യമായത്. ശത്രുക്കളെ നിഗ്രഹിക്കാൻ കഴിഞ്ഞത് അഗ്നിയുടെ സഹായം കൊണ്ടാണ്. നമ്മുടെ വാഹനങ്ങളോടുകൂടി നമ്മൾ ഇപ്പോഴിതാ ഈ കടൽ തീരത്തെത്തിയിരിക്കുന്നു. കിയതീ സ്യാത് പ്രവിസ്തീർണ ദൃശ്യശ്രീരിയമാതത ഇതഃ സമുദ്രസ്തദനുദ്വീപഭൂരംബുധിഃ പ്രഭുഃ. കിയതീ സ്യാത് പ്രവിസ്തീർണ ദൃശ്യശ്രീരിയമാതത. ഇതാണ് ഈ വേണ്ടാത്ത പണിക്ക് പോവുക എന്ന് പറയുന്നത്. ഒരിക്കലും വേണ്ടാത്ത പണിക്ക് പോരുത്. വേണ്ടാത്ത പണിക്ക് പോയാൽ പണി കിട്ടും. അത് നല്ലതുപോലെ മനസ്സിലാക്കണം. ഇവർ 4 പേരും ചുമ്മാതെ ആ കടൽ തീരത്ത് കിടന്നുറങ്ങിയാൽ പോരെ. ഈ 4 പേരുടെയും ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉദിച്ചു. എന്താണ്? കിയതീ സ്യാത് പ്രവിസ്തീർണ ദൃശ്യശ്രീരിയമാതത. ഈ പ്രപഞ്ചം, നമ്മളിപ്പോൾ ഭൂമി മുഴുവൻ നമ്മുടെ അധീനതയിലാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. ഇതിനപ്പുറത്തെന്തുണ്ട്? ഭൂമണ്ഡലത്തിൻ്റെ അപ്പുറത്ത് ഈ ദൃശ്യശ്രീ എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു, അതൊന്ന് അറിയണം, കാണണം, അനുഭവിക്കണം എന്നൊരാഗ്രഹം ഈ 4 ഭരണാധിപന്മാരുടെയും ഉള്ളിലുണ്ടായി. ഇതഃ സമുദ്രസ്തദനു ദ്വീപഭൂരംബുധിഃ പ്രഭുഃ. ഇപ്പം നമ്മളൊരു കടൽ തീരത്താണ് എത്തിയിരിക്കുന്നത്. ഇതിനപ്പുറത്ത് കരയില്ല. ഇനി അങ്ങോട്ടുള്ളത് വ്യാപിച്ചു കിടക്കുന്ന കടലാണ്. ഈ കടലിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാവും? കടലിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാവും? ഭൂമി അവസാനിക്കുന്നത്, ഒരു പ്രദേശം അവസാനിക്കുന്നത് കടൽ തീരത്താണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് കടലാണ്. ഈ കടലിൻ്റെയും അപ്പുറത്തെന്ത്? കടലിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ ദ്വീപുകളുണ്ടാവാം. അങ്ങനെ ആണെങ്കിൽ
ആ ദ്വീപുകളിൽ എന്തൊക്കെ ഉണ്ടാവും കാഴ്ച, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഈ 4 പേരുടെയും ഉള്ളിൽ ഉദിച്ചു. തദേവാഹ കിയതി സ്യാദിത്യാദിന ഇതഃ അസ്മാത് ജംബൂദ്വീപാത് പരതഃ ലവണസമുദ്ര. നമ്മുടെ പുരാണങ്ങളിൽ നമ്മുടെ ഭാരതം സ്ഥിതി ചെയ്യുന്ന വലിയ ഭൂഖണ്ഡത്തിന് ജംബൂദ്വീപം എന്നാണ് പറയുന്നത്. ജംബൂദ്വീപം ഒരു ദ്വീപാണ്, ഒരു വൻകര ഭൂഖണ്ഡം എന്ന് കൂട്ടിക്കോളൂ. അതിൻ്റെ ഒരംശമാണ് നമ്മൾ വസിക്കുന്ന ഭാരതഭൂമി. അപ്പോൾ ഭാരത ഭൂപ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കരയാണ്, അല്ലെങ്കിൽ വൻകരയാണ് ജംബൂദ്വീപം. ഈ ജംബൂദ്വീപത്തിൻ്റെ അപ്പുറത്ത് ലവണസമുദ്രമാണ്. എന്ന് പറഞ്ഞാൽ ഉപ്പുജലം നിറഞ്ഞ കടൽ. അല്ല, എല്ലാ കടലിലും ഉപ്പുവെള്ളമല്ലേ കാണപ്പെടുക? അങ്ങനെയല്ല. നമ്മുടെ പുരാണങ്ങളിൽ അതിമനോഹരമായ വർണ്ണനകളുണ്ട്. അതായത് 7 ദ്വീപങ്ങളും ആ 7 ദ്വീപങ്ങളെ ചുറ്റിയുള്ള 7 കടലുകളും. ഇതെങ്ങനെയാണ് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം ഒരു കരപ്രദേശം, ആ കരയെ ചുറ്റി ഒരു കടൽ, അതിനെ ചുറ്റി അടുത്ത കര, അതിനെ ചുറ്റി അടുത്ത കടൽ. ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ടാണ്, ഏകകേന്ദ്ര വൃത്തങ്ങളായിട്ടാണ് ഈ ദ്വീപുകളും അവയെ ചുറ്റി ഉള്ള കടലുകളും സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ പുരാണങ്ങളിൽ ഇങ്ങനെയാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. അതൊന്നും ഈ പുറം ലോകത്തിലുള്ള കടലുകൾക്കോ ദ്വീപുകൾക്കോ ബാധകമല്ല. ഇങ്ങനെയുള്ള വർണ്ണനകൾക്ക് താത്വികമായ വേറെ അർത്ഥമുണ്ട്. എന്നാലും ആ കാര്യം ഇവിടെ പറയുകയാണ്. ഈ ജംബൂദ്വീപത്തിൻ്റെ അപ്പുറത്ത് ലവണസമുദ്ര, അതായത് ഒരു കടൽ തീരത്തെത്തിയിരിക്കുകയാണല്ലോ. ഈ ജംബൂദ്വീപത്തിനെ ചുറ്റി ഉപ്പുവെള്ളം നിറഞ്ഞ കടലുണ്ട്, അതാണ് ലവണസമുദ്രം. അത് കഴിഞ്ഞാലോ ആ കടലിൻ്റെ അപ്പുറത്ത് പ്ലക്ഷദ്വീപഭൂഹു, മറ്റൊരു കരയുണ്ട്. അതും വൻകരയാണ്. അതിൻ്റെ പേര് പ്ലക്ഷദ്വീപം എന്നാണ്. ജംബൂദ്വീപം പോലെ പ്ലക്ഷദ്വീപം. പ്ലക്ഷദ്വീപഭൂഹു തതഃ, ആ പ്ലക്ഷദ്വീപത്തെയും കടന്ന് അപ്പുറത്ത് പോയാൽ അവിടെ വേറൊരു കടലുണ്ട്. പക്ഷെ ആ കടലിൽ ഉപ്പുവെള്ളമല്ല. ഇക്ഷുരസാംബുധിഹി, കരിമ്പിൻ ചാറ് നിറയ്ക്കപ്പെട്ട ഒരു കടൽ. കംപ്ലീറ്റ് കരിമ്പിൻ ചാറാണ്, ഷുഗർ കെയിൻ ജ്യൂസ്. അങ്ങനെയുള്ള ഒരു സമുദ്രം, കരിമ്പിൻ ചാറ് നിറഞ്ഞിരിക്കുന്ന സമുദ്രം. പ്രഭുർമ അംബുധിഹി പ്രഭുഹു മഹാൻ, അങ്ങനെ വലിയ വിശാലമായ ഒരു കടലുണ്ട്. ലവണസമുദ്രാ ദ്വിഗുണായാമ ഇതി യാവത്, ഈ കടൽ, അതായത് ഉപ്പുവെള്ളം നിറഞ്ഞ കടലിൻ്റെ ഇരട്ടി വിസ്തീർണം ഉണ്ട് ഈ കരിമ്പിൻ ചാറ് നിറഞ്ഞ കടലിന്. അപ്പോൾ ഓരോ ദ്വീപങ്ങളായിട്ട് കാണാം. ആ ദ്വീപിനെ ചുറ്റിയുള്ള കടലുകൾ, ആ കടലുകൾ അതിൽ ഓരോന്നിലും ഓരോ സാധനങ്ങളാണ് നിറയ്ക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാം ഉപ്പുവെള്ളം നിറഞ്ഞ കടലുകളല്ല. അപ്പോൾ അതൊക്കെ കാണണം എന്നൊരാഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ടായി. ഇതോ ദ്വീപം തതോംബോധി കിമന്തേ സ്യാത് തതോപി ച കിയതി കീദൃശി വാസ്യാൻ മായേയം ചേത്യരൂപിണി. ഇങ്ങനെ ഒരു കടലിനെ താണ്ടി കടക്കുമ്പോൾ ആ കടലിനെ ചുറ്റി ഒരു കര. ഇത് ഒരിക്കലും റിയൽ ലൈഫിൽ, യഥാർത്ഥ ജീവിതത്തിൽ സാധ്യമല്ല. ഒരു വൻകരയെ ചുറ്റി കടലുകൾ ഉണ്ടാവും, കടലിനെ ചുറ്റി കര എങ്ങനെയെങ്കിലും ഉണ്ടാവുമോ? കടലിൻ്റെ 4 ഭാഗത്തും കര, അതിൻ്റെ 4 ഭാഗത്ത് വേറൊരു കടൽ, അതിന് വലയം ചെയ്ത് മറ്റൊരു കര. ഇങ്ങനെയാണ് 7 ദ്വീപുകളും 7 കടലുകളും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നി. ഇതഃ ഇക്ഷുസമുദ്രാത് പരതഃ കുശദ്വീപം, ഈ കരിമ്പിൻ ചാറ് നിറഞ്ഞു നിൽക്കുന്ന ആ കടലിൻ്റെ അപ്പുറത്ത് മറ്റൊരു വൻകരയാണ്. അതിൻ്റെ പേര് കുശദ്വീപം. ദ്വീപം എന്ന് പറഞ്ഞാൽ ദ്വീപ് എന്നേ അർത്ഥമുള്ളൂ, ഒരു വലിയ കര. തതഃപരതഃ സുരോദോംബോധിഹി, ആ കുശദ്വീപിനെ ചുറ്റി മദ്യം നിറച്ച കടലാണ്, ബിവറേജ്
ബിവറേജസ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, കുടിയന്മാർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കംപ്ലീറ്റ് മദ്യമാണ് അതിന് ചുറ്റും, ഈ കുശദ്വീപിന് ചുറ്റും. ഇങ്ങനെ 7 കടലുകളുണ്ട്. ഒന്ന് തൈര്, വേറൊരു കടൽ പാല് നിറഞ്ഞതാണ്, ഒന്ന് സുര, ഒന്ന് മദ്യം. ഇങ്ങനെ 7 തരത്തിലുള്ള ദ്രാവകങ്ങൾ നിറഞ്ഞ 7 കടലുകളും 7 ദ്വീപുകളുമുണ്ട്. എന്തായാലും ഈ ലോകത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യം സാധ്യമല്ല, ഉണ്ടാവാൻ പറ്റില്ല. എന്തായാലും അതൊക്കെ കാണണമെന്ന് ഇവർക്കിപ്പോൾ ആഗ്രഹം തോന്നി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരതഃ സുരോദോ അംബോധിഹി ഏവം ക്രമേണ സപ്തദ്വീപ സമുദ്രാണാം അന്തേ കിം സ്യാത്. ഇങ്ങനെ 7 വൻകരകളും അവയെ വലയം ചെയ്തിരിക്കുന്ന 7 സമുദ്രങ്ങളും, അതിൻ്റെ അപ്പുറത്തെന്തുണ്ട്? എവിടെയാണ് ഈ കാഴ്ച അവസാനിക്കുന്നത്? ഇതിനപ്പുറത്തോട്ട് ഇനി ഒന്നുമില്ല. അങ്ങനെ ഈ ദൃശ്യത്തിൻ്റെ അന്തം കണ്ടെത്തണം. ദൃശ്യം ഏതുവരെ വ്യാപിച്ചിരിക്കുന്നു, ഇതിൻ്റെ അവസാനം എവിടെയാണ് എന്നൊന്ന് കണ്ടെത്തണം. ഇതാണ് ഇവരുടെ ഉള്ളിൽ ഉദിച്ച ആഗ്രഹം. ഏവം ക്രമേണ സപ്തദ്വീപ സമുദ്രാണാം അന്തേ കിം സ്യാത്. ഈ 7 ദ്വീപുകൾക്കും അതുപോലെ 7 കടലുകൾക്കും അപ്പുറത്ത് എന്തുണ്ടാവും? തതോപിച്ച പരതഃ കിം സ്യാത്. അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും അപ്പുറത്ത് എന്തുണ്ടാവും? അതായത് ഈ ദൃശ്യത്തിൻ്റെ അവസാനം കണ്ടെത്തണം. എവിടെയാണ് ഈ ദൃശ്യപ്രപഞ്ചം അവസാനിക്കുന്നത്? ഇത് കണ്ടെത്തണം എന്നാണ് ഈ 4 പേരും ആഗ്രഹിച്ചത്. ഇയം ചേത്യരൂപിണി മായാ കിയതീ സ്യാത്. ജഡനാമരൂപങ്ങളെ അല്ലെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് ജഡശക്തിയായ മായയാണ്. ഈ മായ എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു, എവിടെയാണ് ഈ മായ അവസാനിക്കുന്നത്? മായ അവസാനിക്കുന്നിടത്ത് മായയുടെ സൃഷ്ടിയായ ദൃശ്യപ്രപഞ്ചവും അവസാനിക്കും. അതുകൊണ്ട് ലോകത്തിൻ്റെ അവസാനം, അന്തം കാണണം എന്ന് തീരുമാനിച്ച് ഇവർ ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണ്. മായയ്ക്കുണ്ടോ അന്തം? മായയ്ക്ക് അവസാനമുണ്ടോ? ബ്രഹ്മത്തിലാണ് മായ അവസാനിക്കുന്നത്. മായ ഇല്ല എന്നുള്ള അറിവിൽ മാത്രമേ മായ അവസാനിക്കൂ. അല്ലാതെ ഈ മായ എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് പുറമേ അന്വേഷിച്ചു പോയാൽ അതിന് ഒരു അന്തവും കുന്തവും ഉണ്ടാവത്തില്ല, ഒരിക്കലും തീരില്ല. കാരണം ഇത് ഭ്രമമാണ്, മായ പ്രപഞ്ചമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിരില്ല എന്നുള്ള കാര്യം മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ചേത്യരൂപിണിയുമായ കിയതീ സ്യാത് വസ്തുവൈചിത്ര്യേണ കീദൃശീവാ സ്യാത്. ഓരോരോ സ്ഥലങ്ങളിൽ, ഓരോരോ ലോകങ്ങളിൽ വിചിത്രങ്ങളായ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾക്കെല്ലാം കാരണം അചിന്ത്യ വൈഭവയായ മായാശക്തിയുമാണ്. അപ്പോൾ അതൊക്കെ കാണണം എന്നാണ് ഇവർ ആഗ്രഹിച്ചത്. തത്പ്രാർത്ഥയാമഹേ ദേവം ഹുതാശം തദ്വരാദിമാഹ പ്രേക്ഷാമഹേ ദിശഃ സർവാ ആപര്യന്തമഖേദിനഃ. ഇപ്പോൾ ഭൂമിയെ കടന്ന് മറ്റ് ലോകങ്ങളിൽ, അതായത് മറ്റ് ദ്വീപങ്ങളിൽ സാധാരണഗതിയിൽ എത്താൻ പറ്റില്ല. അപ്പോൾ അതിനും അഗ്നിദേവൻ്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് ആ അഗ്നിയെ തന്നെ വീണ്ടും പ്രാർത്ഥിക്കാം. തത് പ്രാർത്ഥയാമഹേ ദേവം ഹുതാശം. ഹവിസ്സുകളെ ഭക്ഷിച്ചു തീർക്കുന്ന ആ അഗ്നിദേവനെ തന്നെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൽ നിന്ന് നമുക്കിങ്ങനെ പല സ്ഥലങ്ങളും കാണാനുള്ള വരങ്ങൾ നേടാം. പ്രേക്ഷാമഹേ ദിശഃ സർവാഹ. 10 ദിക്കിലും നമുക്ക് യാത്ര ചെയ്യാം. എന്തൊക്കെയുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്നൊന്ന് കണ്ടേക്കാം. ആപര്യന്തമഖേദിനഃ. ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഒടുക്കം എവിടെയാണ് എന്ന് അനായാസമായി ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിക്കാം എന്ന് അവർ തീരുമാനിച്ചു. തത് സർവം ദ്രഷ്ടും ഹുതാശം ദേവം പ്രാർത്ഥയാമഹേ പ്രാർത്ഥയേമഹി. ആ ദേവനായ
അഗ്നിയെ തന്നെ വീണ്ടും ശരണം പ്രാപിക്കാം എന്ന് തീരുമാനിച്ചു. ഇതി സഞ്ചിന്യതേ സർവേ യഥാസ്ഥാനമവസ്ഥിതാഃ സമമേവാഹ്വയാമാസുർഭഗവന്തം ഹുതാശനം. ഇതൊക്കെ രാത്രി സമയത്താണ് സംഭവിക്കുന്നത്. നേരം പുലരുന്നതിന് മുമ്പേ എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ ഈ വിപശ്ചിത്ത് എന്ന രാജാവിൻ്റെ 4 രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടല്ലോ. അവരുടെ ഉള്ളിലുണ്ടായ ആഗ്രഹമാണ്. അപ്പോൾ മറ്റ് ഭടന്മാരിത് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയുന്നുണ്ട് എന്നാണ് പിന്നീട് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഈ രാവിലെ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. സൂര്യൻ ഉദിച്ചിട്ടാണ് ഇവർ അഗ്നിദേവനെ പ്രാർത്ഥിക്കുന്നത്. കാരണം മറ്റുള്ളവരൊക്കെ പോണ്ടെന്നൊക്കെ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നുണ്ട് ഇവരുടെ യാത്രയെ. ഇങ്ങനെ ഈ 4 പേരും തീരുമാനിച്ച് യഥാസ്ഥാനം അവസ്ഥിതാഹ, അവരവരുടെ പീഠങ്ങളിൽ ഇരുന്നു കൊണ്ട്, പീഠമൊന്നുമില്ല അവിടെ, കടൽ തീരത്താണ്, അവരവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് സമമേവാഹ്വയാമാസുഹു ഭഗവന്തം ഹുതാശനം, ഈ 4 പേരും ഒരേ മനസ്സോടുകൂടി അഗ്നിദേവനെ ദേവ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂ എന്ന് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. യഥാസ്ഥാനം ചതുസ്സാഗരകൂലേഷു അവസ്ഥിതാഃ തേ സമം യുഗപദേവ. ഈ 4 പേരും ഒരേ സമയത്ത് അകമഴിഞ്ഞ് അത്യന്തം ഭക്തിയോടുകൂടി അഗ്നിദേവനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. ബഭൂവ ഭഗവാനേഷാമഥ ദൃശ്യോ ഹുതാശനഃ ആകാരവാൻ വരം പുത്രാഃ പ്രഗൃഹീതേത്യുവാചഃ. അഗ്നിദേവൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു ദൃശ്യരൂപത്തിൽ, അതായത് അഗ്നിദേവനെ ഇവർക്ക് നേരിട്ട് വ്യക്തമായി കാണാം. അങ്ങനെ ഒരു ആകാരത്തോടുകൂടി, ഒരു ആകൃതിയോടുകൂടി പ്രത്യക്ഷപ്പെട്ട അഗ്നിദേവൻ എന്തു പറഞ്ഞു? പുത്രാഹ പ്രഗൃഹീത, വരം പ്രഗൃഹീത. സാധാരണ ഈ ദൈവത്തെയും ദേവന്മാരെയും ഒക്കെ പ്രത്യക്ഷപ്പെടുത്തുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സുഖമാണോ എന്ന് അറിയാനൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ചില ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടാനും അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ള പലതും ലഭിക്കാനും വേണ്ടിയാണ് ദേവന്മാരെയും ഈശ്വരന്മാരെയും മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, എന്നാലും പല രൂപത്തിലാണല്ലോ അദ്ദേഹം ആരാധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ആരാധനയുടെ പുറകിൽ ഭൗതിക മോഹങ്ങളാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. ഭൗതികമായ മോഹം. മോക്ഷം വേണമെന്ന് ഇന്നേ വരെ ഒരു കുഞ്ഞും ചോദിച്ചിട്ടില്ല ഭഗവാനോട്. പ്രഹ്ലാദൻ നരസിംഹത്തോട് മോക്ഷം വേണം എന്ന് ചോദിച്ചില്ലേ എന്ന് ചോദിച്ചാൽ, എനിക്ക് മോക്ഷവും വേണ്ട എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. എനിക്ക് യാതൊന്നും വേണ്ട, ലൗകിക സുഖങ്ങളൊന്നും വേണ്ട, അങ്ങയെ ഞാൻ മറക്കാതിരിക്കണം. അങ്ങയെ മറക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു ദുഃഖവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള അപുനർഭവം വാ എന്നാണ് പറയുന്നത്. അപുനർഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും, അപുനർഭവം എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കാത്ത ഒരവസ്ഥ. അത് തന്നെയാണ് മോക്ഷം. അതുപോലും തനിക്ക് വേണ്ട എന്നാണ് നരസിംഹത്തോട് പ്രഹ്ലാദൻ പറഞ്ഞത്. ആരും ഭഗവാനോട് മോക്ഷം വേണം എന്ന് ചോദിച്ചതായി നമ്മുടെ പുരാണങ്ങളിലൊന്നും പറയപ്പെട്ടിട്ടില്ല. മോക്ഷത്തെ ആരും ചോദിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ അഗ്നിദേവൻ പറഞ്ഞു, പുത്രന്മാരെ, കാരണം അഗ്നിയിൽ നിന്നുണ്ടായവരാണ് ഈ 4 പേര്, ഹോമകുണ്ഡത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരം ചോദിച്ചോളൂ എന്ന് അഗ്നിദേവൻ പറഞ്ഞു. ഇവർ 4 പേരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, വിപശ്ചിതവൂചുഹു. 4 പേരുടെയും ആഗ്രഹം ഒന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി പറഞ്ഞു, പഞ്ചഭൂതാത്മകസ്യാസ്യ ദൃശ്യസ്യാന്തം സുരേശ്വര ദേഹേന മന്ത്രദേഹേന തദന്തേ മനസാപിച്ച. പഞ്ചഭൂതാത്മകമായ ഈ പ്രപഞ്ചം, എവിടെ പോയാലും പഞ്ചഭൂതങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ വിചിത്രങ്ങളായ കാഴ്ചകളുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിൽ.
എല്ലാം പഞ്ചഭൂത സമാഹാരമാണെങ്കിലും കാണാൻ പലതും ഇവിടെയുണ്ട്, വിചിത്രമായ ദൃശ്യങ്ങൾ. അങ്ങനെയുള്ള ഈ ദൃശ്യത്തിൻ്റെ അന്തം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സകലതും ഒന്ന് കാണണം എന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അല്ലയോ സുരേശ്വര, ദേഹേന മന്ത്രദേഹേന എല്ലാ ലോകങ്ങളിലും ഈ മനുഷ്യ ശരീരത്തോടു കൂടി ചെന്നെത്താൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ ഈ ശരീരത്തിന് പ്രവേശമില്ലാത്ത മറ്റു ലോകങ്ങളിൽ അവിടെ എങ്ങനെയാണ് ചെന്നെത്തുക? അതിനുള്ള സൗകര്യം കൂടെ അങ്ങ് ചെയ്തു തരണം. ചില സ്ഥലങ്ങളിൽ സൂക്ഷ്മ ശരീരികളായി മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. ചില സ്ഥലങ്ങളിൽ മനസ്സുകൊണ്ട് മാത്രമേ ചെന്നെത്താൻ പറ്റൂ. ചില സ്ഥലങ്ങളിൽ വേദങ്ങളിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമേ ചെന്നെത്താൻ പറ്റൂ. വേദങ്ങളെ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവേശമുള്ളൂ. ഇപ്പം എങ്ങനെയായാലും ഞങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ദേഹേന മന്ത്രദേഹേന തദന്തേ മനസാപിച്ച, ഈ ശരീരത്തോടുകൂടി അല്ലെങ്കിൽ മന്ത്രശരീരത്തോടുകൂടി ചില പ്രത്യേക മന്ത്രങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രത്തിൻ്റെ ശക്തി കാരണമായി ചില ലോകങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാകും. ഇനി അതും പറ്റിയില്ലെങ്കിൽ ഏകാഗ്രപ്പെട്ട മനസ്സ്, അതിൻ്റെ സഹായത്തോടു കൂടിയും ഈ ലോകത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വരമാണ് അങ്ങ് ഞങ്ങൾക്ക് തരേണ്ടത്. യാവത് അനേന ദേഹേന ഗന്തും ശക്യം, ഇപ്പോഴുള്ള ഞങ്ങളുടെ ഈ ശരീരം കൊണ്ട് എത്ര ദൂരം പോകാൻ പറ്റുമോ, ഏതൊക്കെ ലോകങ്ങളിൽ ചെന്നെത്താൻ പറ്റുമോ, താവത് അനേന ദേഹേന, ആ ലോകങ്ങളെ ഈ ശരീരം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ചോളാം. ഇനി ഏതദഗമ്യേ, സ്ഥൂല ശരീരത്തിന് പ്രവേശമില്ലാത്ത പല ലോകങ്ങളും ഉണ്ടാവും. അതിനെ വൈദിക മന്ത്രപ്രഭാവ സംസ്കൃതേന അനേനൈവ ദേഹേന, വേദമന്ത്രങ്ങൾ ഉച്ചരിച്ച് ചില പ്രത്യേക സിദ്ധികൾ നേടി ഈ ശരീരത്തോടുകൂടി ചില ലോകങ്ങളിൽ എത്താൻ പറ്റും. അപ്പോൾ വേദമന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ചില സിദ്ധികൾ കൈക്കലാക്കിയിട്ട് ഈ ശരീരത്തോടു കൂടി ചെന്നെത്താൻ പറ്റുന്ന ലോകങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ലോകങ്ങളെ ആ ശരീരത്തോടു കൂടി ഞങ്ങൾ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. തദഗമ്യേ, മന്ത്രശരീരം അല്ലെങ്കിൽ മന്ത്രങ്ങൾ കൊണ്ട് സിദ്ധി നേടി അങ്ങനെയും ചെന്നെത്താൻ പറ്റാത്ത ലോകങ്ങൾ ഉണ്ടാവാം. അതിനെ ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ പ്രാപിക്കാം. അപ്പോൾ അതിനുള്ള ശക്തി ഞങ്ങളുടെ മനസ്സിനുണ്ടാവണം. ഞങ്ങൾക്ക് ഈ കാഴ്ച കാണണം, ഈ ലോകത്ത് എന്തൊക്കെയുണ്ട്, ഈ ദൃശ്യം എത്ര ദൂരം വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാനൊരാഗ്രഹം. അപ്പോൾ അതിനുള്ള ഒരു വരം അങ്ങ് ഞങ്ങൾക്ക് തരണം. യാവത് സംവേദനം യാവത് സംഭവം യാവതാത്മകം പശ്യേമയിതി നോ ദേവ ദീയതാമുത്തമോ വരഹ. ഇതാണ് ഞങ്ങൾ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തമമായ വരം. എന്താണ്? യാവത് സംവേദനം, മനുഷ്യബുദ്ധിക്ക് ഏതുവരെ ചെന്നെത്താൻ പറ്റുമോ, യാവത് സംഭവം, എത്ര കണ്ട് സാധ്യമാകുന്നുണ്ടോ, യാവതാത്മകം, ഓരോന്നിൻ്റെയും സ്വരൂപം എന്താണ്. ഇങ്ങനെ അറിവ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമല്ല. ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് 5 ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടു കൂടിയാണ് സാധാരണ ജീവന്മാർക്ക് ലഭിക്കുന്നത്. പക്ഷേ ഇന്ദ്രിയങ്ങൾ മാത്രമല്ല, ഇന്ദ്രിയ തലത്തെ അതിക്രമിച്ച് മനസ്ഥലം എന്നൊന്നുണ്ട്. ആ മനസ്സുകൊണ്ട് പലതും നമുക്ക് അറിയാനും അനുഭവിക്കാനും കഴിയും. ആ മനസ്സിനും ചെന്നെത്താൻ പറ്റാത്ത സൂക്ഷ്മതലങ്ങളുണ്ട്. ആ തലങ്ങളിൽ ബുദ്ധി മാത്രമേ പ്രവേശിക്കൂ. ഇപ്പം ഏതിലൂടെയെങ്കിലും, ഇന്ദ്രിയങ്ങൾ ശരീരത്തിലൂടെയോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെയോ മനസ്സിലൂടെയോ അല്ലെങ്കിൽ ബുദ്ധിയിലൂടെയോ എന്തൊക്കെ ഈ പ്രപഞ്ചം എന്ന ദൃശ്യത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതാണ്
അങ്ങ് ഞങ്ങൾക്ക് തരേണ്ട ഉത്തമമായ വരം. യാവത് സംവേദനമിതി, അറിവിന് ഏതുവരെ ചെന്നെത്താൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ യോഗ്യ സർവാർത്ഥോക്തി യാവത്, പ്രത്യക്ഷയോഗ്യ സർവാർത്ഥോക്തി, പ്രത്യക്ഷമായത്, പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ കണ്ണെതിരെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നത്. ഇന്ദ്രിയവേദ്യങ്ങളായ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾക്ക് അറിയണം. ഇനി അങ്ങനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യാവത് സംഭവം ഇത്യനുമാനഗമ്യ സർവാർത്ഥോക്തി, പ്രത്യക്ഷമല്ലാത്ത കാര്യങ്ങളെ നമ്മൾ അനുമാനത്തിലൂടെയാണ് ഗ്രഹിക്കുന്നത്. അനുമാനം എന്ന് പറഞ്ഞാൽ ഊഹം. യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കാറുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളെ യുക്തിയുടെ മണ്ഡലം വെളിപ്പെടുത്തി തരും. അതാണ് യാവത് സംഭവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അനുമാനത്തിലൂടെ അറിയപ്പെടേണ്ടത് അല്ലെങ്കിൽ അനുഭവിക്കപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെയും ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. യാവതാത്മകമിതി ശ്രുത്യാദിഗമ്യ തദുക്തി. ഇനി ആത്മസംബന്ധി, ആത്മാവ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും വിഷയമാകുന്നതല്ല. ആത്മാവിനെ അറിയുന്നത് സൂക്ഷ്മമായ ഏകാഗ്രപ്പെടുത്തപ്പെട്ട ബുദ്ധിയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പം ആ ആത്മസാക്ഷാത്കാരം അതും ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. അതിന് സഹായിക്കുന്നത് ശ്രുതികളിൽ പറയപ്പെട്ടിട്ടുള്ള യുക്തികളാണ്. അങ്ങനെ ശ്രുതികളിലൂടെ അറിയപ്പെടേണ്ട ആത്മതത്വം വരെ സകലതും ഞങ്ങൾക്കറിയണം. ദൃശ്യപ്രപഞ്ചം മാത്രമല്ല, ഈ ആത്മതത്വം എന്താണ് അത് ശ്രുത്യുക്തികളുടെ സഹായത്തോടു കൂടിയാണ് അറിയപ്പെടേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ അറിവും ഞങ്ങൾക്ക് വേണം. ഇങ്ങനെ ഒരർത്ഥം പറയാം. അഥവാ മറ്റൊരർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യേന യാവത് സ്ഥൂലോക്തി, ദ്വിതീയേന യാവത് സൂക്ഷ്മോക്തി, തൃതീയേന യാവത് കാരണപ്രപഞ്ചോക്തി ഇതി നഹ അസ്മഭ്യം വരഹ ദീയതാം. സ്ഥൂലമായ കാഴ്ചകളെയും സൂക്ഷ്മമായ കാഴ്ചകളെയും കാരണ പ്രപഞ്ചം, അതായത് പ്രപഞ്ചം ഏത് കാരണത്തിൽ നിന്നാണോ പൊന്തിയിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള അറിവ്, അതായത് ബ്രഹ്മജ്ഞാനം, ആത്മജ്ഞാനം എന്നർത്ഥം. ഇപ്പോൾ പലതരത്തിലുള്ള അറിവുകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങ് ദയവായി ഈ വരം ഞങ്ങൾക്ക് തന്നാലും, അതായത് ഇതൊക്കെ അറിയാനുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് നൽകിയാലും. ആസിദ്ധഗമ്യമധ്വാനം പശ്യേമ വപുഷാ വയം തദന്തേ മനസൈവാധ ദൃശ്യം പശ്യേമ ഭോ പ്രഭോ. അല്ലയോ പ്രഭോ, സിദ്ധന്മാർക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ള ലോകങ്ങളുണ്ട്. സിദ്ധപുരുഷന്മാർക്ക് മാത്രം അറിയാൻ കഴിയുന്ന ലോകങ്ങൾ. ആ സിദ്ധന്മാർ സഞ്ചരിക്കുന്ന പാതയിലൂടെ ഞങ്ങളും സഞ്ചരിച്ച് ദിവ്യങ്ങളായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരീരം ഞങ്ങൾക്ക് നൽകണം. തദന്തേ, അങ്ങനെ സിദ്ധപുരുഷന്മാർ കണ്ട് രസിക്കുന്ന ആ കാഴ്ചകളും ഇനി അതിൻ്റെയും അപ്പുറത്ത് സൂക്ഷ്മമായ മനസ്സുകൊണ്ട് അറിയേണ്ട പല കാര്യങ്ങളും ഉണ്ടാവും. ആ മനസ്സുകൊണ്ട് അറിയേണ്ട, അനുഭവിക്കേണ്ട ദൃശ്യങ്ങളെയും ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ആസിദ്ധഗമ്യമധ്വാനം മൃത്യുരസ്മാകമസ്തുമാ അധ്വന്യസംഭവദ്ദേഹേ മനയേവ പ്രയാതുനഃ. ഇനി ഇതെല്ലാം കാണുന്നതിന് മുമ്പ് ഞങ്ങളുടെ ആയുസ് അവസാനിക്കുന്നു. ആയുസ് അവസാനിച്ചു പോയി, ഈ ശരീരം പതിച്ചു പോയി എങ്കിൽ പ്രശ്നമില്ല. ശരീരം നശിച്ചാലും മനസ്സ് ബാക്കി ഉണ്ടാവുമല്ലോ. ആ മനസ്സിലൂടെ
ഞങ്ങൾ പലതിനെയും അറിയാൻ അങ്ങ് അനുഗ്രഹിക്കണം. ശരീരത്തോടു കൂടി തന്നെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റില്ല, എല്ലാ അനുഭവങ്ങളും നേടാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഈ ശരീരം നശിച്ചു പോയാലും മനസ്സ് ബാക്കിയുണ്ടാവും. ആ മനസ്സിലൂടെ ഞങ്ങൾ പലതും അറിയാനും അനുഭവിക്കാനും ആഗ്രഹിക്കുന്നു. സിദ്ധാഹ യോഗിനഃ തേഷാം യോഗപ്രഭാവഗമ്യം അഭിവ്യാപ്യ ഇത്യാസിദ്ധഗമനം. യോഗികൾ, സിദ്ധപുരുഷന്മാർക്ക് മാത്രം ചെന്നെത്താൻ പറ്റുന്ന പല ലോകങ്ങളുമുണ്ട്. അവയെയും ഞങ്ങൾക്ക് കാണണം. വപുഷ അനേനൈവ ദേഹേന, പറ്റുമെങ്കിൽ ഈ ശരീരത്തോടു കൂടി തന്നെ. ഇനി ഈ ശരീരത്തിൻ്റെ പ്രാരബ്ധം അതിനിടയ്ക്ക് തീർന്നു പോയി. കാരണം എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. അതിനിടയ്ക്ക് ഞങ്ങളുടെ ഈ ശരീരം നഷ്ടമായാൽ ആ ലോകങ്ങളിൽ പിന്നെ ചെന്നെത്താൻ പറ്റില്ല. സാരമില്ല, ശരീരം പോണെങ്കിൽ പോട്ടെ, ശരീരത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് എല്ലാം അനുഭവിക്കണം എന്ന ആഗ്രഹമില്ല. മനസ്സ് ബാക്കി ഉണ്ടാവുമല്ലോ, ആ മനസ്സിലൂടെ ഞങ്ങൾ ബാക്കി കാഴ്ചകളെ കണ്ട് രസിച്ചുകൊള്ളാം. എന്തായാലും പലതും കാണണം ഞങ്ങൾക്ക്. അധ്വാനം ഗച്ഛതാമിതി ശേഷഃ അസംഭവദ്ദേഹേ അധ്വനി ദക്ഷിണോത്തരായണാദി മാർഗരൂപേ മൃത്വൈവ ഗന്തും ശക്യേ അധ്വനി. ഈ ഉത്തരായണം ദക്ഷിണായനം, ഉത്തരായണം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗമാണ്. ആത്മസാക്ഷാത്കാരം നേടിയ ഒരു യോഗി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരം നേടിയാൽ പിന്നെ പുനർജന്മമില്ല. ഇപ്പോൾ ഏതാണ്ട് ആ യോഗ മാർഗത്തിലൂടെ കുറേ ദൂരം മുമ്പോട്ട് പോയവർ, അവർ ഈ ആത്മസാക്ഷാത്കാരം നേടുന്നതിന് മുമ്പ് മരിച്ചു പോയാൽ അവർ പ്രകാശമയമായ മാർഗത്തിലൂടെ ഊർധ്വലോകങ്ങളെ പ്രാപിക്കുന്നു, സ്വർഗാദി ലോകങ്ങളെ പ്രാപിക്കുന്നു എന്നാണ്. അതിനെയാണ് ഉത്തരായണം എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ മാർഗമാണ്. അത്യന്തം സുഖപ്രദമായ ഒരു യാത്രയായിരിക്കും ആ മാർഗത്തിലൂടെ ഒരു ജീവന് അല്ലെങ്കിൽ ഒരു യോഗിക്ക് ലഭിക്കുന്നത്. ഇനി പാപികളാണ്, അതായത് ഈ യോഗമോ അതൊന്നും ശീലിക്കാതെ മനസ്സിൻ്റെ നിയന്ത്രണം അല്പം പോലും നേടാതെ ബാഹ്യസുഖങ്ങളിൽ ഭ്രമിച്ച് കഴിയുന്നവർ, അവർ അന്ധകാരം നിറഞ്ഞ ഒരു വഴിയിലൂടെയാവും മരണത്തിന് ശേഷം യാത്ര ചെയ്യുക. കാരണം ജീവിതം അന്ധകാരത്തിലായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞാൽ കൂരിരുട്ട് നിറഞ്ഞ പാതയിലൂടെ ഏതെങ്കിലും നീചയോനികളിൽ ചെന്ന് ജനിക്കും. എങ്ങോട്ടാണ് താൻ പോകുന്നത് എന്നറിയാൻ പറ്റില്ല. ഇരുട്ടിലൂടെയുള്ള യാത്രയാണ്. അതിനെ ധൂമമാർഗം എന്നാണ് പറയുന്നത്. പുക നിറഞ്ഞ വഴിയാണ്. മുമ്പിൽ എന്താണ് എന്നുള്ളത് അല്പം പോലും വ്യക്തമാവുകയില്ല. യോഗിമാരുടെ യാത്ര എന്ന് പറയുന്നത് അതിനെ ഉത്തരായണ മാർഗം എന്ന് പറയും. അജ്ഞാനികളുടെ മരണാനന്തര യാത്രയെ ദക്ഷിണായനം എന്നാണ് പറയുന്നത്. അതായത് ഒന്ന് പുനർജന്മത്തിലേക്കുള്ള യാത്ര അജ്ഞാനികളുടെ. യോഗിമാരുടേത് അവർ ഏതാണ്ട് സാധനയൊക്കെ ചെയ്തു, പക്ഷേ ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് പ്രാരബ്ധം അവസാനിച്ചു, ശരീരം കൊഴിഞ്ഞുപോയി. അങ്ങനെയുള്ളവർ പേടിക്കണ്ട, അവർ ഊർധ്വലോകങ്ങളിലെത്തി അവിടെ ചെന്ന് ഈ തത്വവിചാരം പരിശീലിക്കും. അതിനേക്കാൾ ഇവിടെ തന്നെ ഈ തത്വം ഉറപ്പിച്ചിട്ട് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ലേ നല്ലത്. നിങ്ങൾ ഇവിടെ ഈ തത്വവിചാരം ഉറപ്പിച്ചില്ലെങ്കിൽ സ്വർഗത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ടുള്ള മറ്റ് ലോകങ്ങളിലോ ചെന്ന് ഇതേ കാര്യം ഉറപ്പിക്കേണ്ടി വരും. ഇതുറപ്പാണ്. അതുകൊണ്ട് ഏതെങ്കിലും ലോകത്തിൽ ചെന്ന് ഈ സത്യം ഉറപ്പിക്കുന്നതിന് പകരം ഇവിടെ തന്നെ ആ കൃത്യം ഭംഗിയായി നിർവഹിച്ചിട്ട് സന്തോഷമായിട്ട് ശരീരം ഉപേക്ഷിക്കുകയല്ലേ ഒരു ബുദ്ധിമാൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ തത്വവിചാരത്തിൽ നിന്ന് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. ഇവിടെ യോഗവാസിഷ്ടം കേട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്രഹ്മലോകത്ത് ചെന്ന് അവിടെയുള്ള ഏതെങ്കിലും ഒരു മഹർഷി ഈ കാര്യം പറയും. അത് നിങ്ങൾ അവിടെ ചെന്ന് കേൾക്കേണ്ടി വരും. അന്നേ ആ സ്വാമി പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു ജയേന്ദ്രഭവനത്തിൽ ചെന്ന്. ഇപ്പം ഇത്രയും ദൂരം യാത്ര ചെയ്ത് മരണത്തിന് ശേഷം ഈ ലോകത്ത് വന്നെത്തിയിട്ടും
അവിടെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവിടുത്തെ ഋഷിയും പറയുന്നത്. ഋഷിമാർക്ക് ഒന്നേ ഉള്ളൂ പറയാൻ, കേൾക്കാനും ഒന്നേ ഉള്ളൂ. അപ്പം അതിനെ എത്രയും പെട്ടെന്ന് കേട്ട് ഉറപ്പ് വരുത്തിയിട്ട് ശരീരത്തെ ഒരു ജീർണ വസ്ത്രം പോലെ ഉപേക്ഷിക്കുകയല്ലേ ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? എന്തായാലും ഇവർക്ക് ദൃശ്യത്തിൽ ഉള്ള ഭ്രമം തീർന്നില്ല. അതുകൊണ്ടാണ് ഈ ദൃശ്യങ്ങളെ കാണണം എന്നുള്ള ആഗ്രഹം ഇവർക്ക് ഉണ്ടായത്. ദക്ഷിണോത്തരായണാദി മാർഗരൂപേ, ദക്ഷിണായനം ഉത്തരായണം. ഉത്തരായണം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗം. ജ്ഞാനമാർഗത്തിലേക്ക് പോകുന്നവന് പുനർജന്മം ഉണ്ടാവത്തില്ല, ഈ ലോകത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരില്ല. അവരുടെ യാത്ര മുകളിലേക്കാണ്, ഊർധ്വലോകങ്ങളിലേക്കായിരിക്കും. ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ സാധാരണ ജീവന്മാർ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരു ശരീരത്തിൽ പ്രവേശിക്കും, അവിടെ ഓരോരോ അനുഭവങ്ങളുമായിട്ട് കഴിയും. അപ്പോൾ അങ്ങനെ മരണം സംഭവിച്ചാൽ പോലും ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയണം. ഇങ്ങനെ അഗ്നിദേവനോട് അപേക്ഷിച്ചു. ശരീരം നഷ്ടമായാലും ഞങ്ങളുടെ മനസ്സ് അത് ഈ ദൃശ്യങ്ങളെ കാണാനായി യാത്ര തുടരട്ടെ എന്ന് അവരുടെ ആഗ്രഹം അറിയിച്ചപ്പോൾ അഗ്നിദേവൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നേരിട്ട് പറയുന്നില്ല. വസിഷ്ഠ മഹർഷി ആ കാര്യം പറയുകയാണ്. ശ്രീ വസിഷ്ഠ ഉവാച അഥൈവമസ്ത്വിതി പ്രോച്യ പാവക സഹസാഗമതേ ക്ഷണാദൗർവതയായാതും സമുദ്രൈവ സത്വരഃ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും കുട്ടികളെ, തഥാസ്തു, അങ്ങനെ തന്നെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് അഗ്നിദേവൻ ഉടൻ അപ്രത്യക്ഷനായി. ചോദിച്ചത് കൊടുക്കുന്ന സ്വഭാവമാണ് അഗ്നിദേവൻ. അഗ്നിദേവൻ അന്തർധാനം ചെയ്തു. ഏതുപോലെ? ക്ഷണാദ് ഔർവതയായാതും സമുദ്രൈവ സത്വരഃ. സമുദ്രത്തിൻ്റെ അടിയിൽ ബടവാഗ്നി എന്ന് പറഞ്ഞൊരു അഗ്നി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. വടവാഗ്നി, ബടവാഗ്നി എന്നൊക്കെ അതിന് പേരുണ്ട്. അത് സമുദ്രാന്തർഭാഗത്തെ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം. അഥ തദ്വര പ്രാർത്ഥനാനന്തരം ഇവർ ഇങ്ങനെ ഒരു വരം അഗ്നിദേവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങനെ തന്നെ ആകട്ടെ, ആ വരം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഗ്നിദേവൻ അപ്രത്യക്ഷനായി. ഔർവതയാ വടവാഗ്നിഭാവേന സമുദ്രേ യാതും സത്വരൈവ. എങ്ങനെയാണോ സമുദ്രാന്തർഭാഗത്ത് നിന്ന് പുറത്തേക്ക് വന്ന ആ ബടവാഗ്നി വീണ്ടും സമുദ്രത്തിലേക്ക് തന്നെ ക്ഷണനേരം കൊണ്ട് മറഞ്ഞു പോകുന്നത്, അതുപോലെ പെട്ടെന്ന് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ ക്ഷണനേരം കൊണ്ട് മറഞ്ഞു പോവുകയും ചെയ്തു. എന്തായാലും ഈ 4 രാജാക്കന്മാർക്കും സന്തോഷമായി. അഗ്നിർജഗാമാധ സമാജഗാമാ നിശാവിലംബ്യാധ ജഗാമസാപി സമാജഗാമാപി രവിർജഗാമാ തേഷാം ച ധീരാർണവലംഘനേഹ. അപ്പോൾ ഇതിത്രയും സംഭവിക്കുന്നത് രാത്രിയാണ്. അതായത് ഭടന്മാരെല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ അഗ്നിദേവനെ പ്രാർത്ഥിച്ചതും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടതും വരം നൽകിയതുമൊക്കെ. ഇനിയാണ് നേരം പുലരാൻ പോകുന്നത്. അഗ്നിർജഗാമാധ സമാജഗാമാ. അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു, അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. നിശാവിലംബ്യാധ ജഗാമസാപി. രാത്രി പുരോഗമിക്കുന്നു. രാത്രിയുടെ അവസാനത്തിൽ വീണ്ടും സൂര്യനുദിക്കും, പ്രഭാതമായി. സമാജഗാമാപി രവിർജഗാമാ തേഷാം ച ധീരാർണവലംഘനേഹ. വീണ്ടും സൂര്യൻ ഉദിച്ചു. ഇവരുടെ ഉള്ളിൽ ഈ സമുദ്രത്തിനപ്പുറത്തെന്തുണ്ട് എന്ന് കാണണം എന്നുള്ള ആഗ്രഹവും അതുപോലെ ശക്തി പ്രാപിച്ചു. സൂര്യൻ എങ്ങനെയാണോ ഉദിച്ച് മുകളിലേക്ക് ഉയരുന്നത്, അതുപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തെ
പൂർണ്ണമായി മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹവും ഈ 4 പേരുടെയും ഉള്ളിൽ വർദ്ധിച്ചു വന്നു. ഏവം വരം ദത്വ അഗ്നിർജഗാമ. ഇവരുടെ ആഗ്രഹം പോലെ ആ വരം നൽകിയിട്ട് അഗ്നിദേവൻ അപ്രത്യക്ഷനായി. അധ നിശാസമാജഗാമ. നല്ലപോലെ ഇരുട്ട് വ്യാപിച്ചു. സാ നിശാഭി യാമചതുഷ്ടയം വിലംബ്യ ജഗാമ. ഒരു 4 യാമങ്ങൾ നിലനിന്നിട്ട് ആ നിശയും അവസാനിച്ചു എന്ന് പറഞ്ഞാൽ രാത്രി അവസാനിച്ചു, അതായത് പ്രഭാതമായി എന്നർത്ഥം. അധ രവിഹി സമാജഗാമ. സൂര്യൻ വീണ്ടും ഉദിച്ചു. തേഷാം വിപശ്യതാം ധീരാർണവലംഘനേഹാച സമാജഗാമ. അപ്പോൾ ഇവർ കിടന്ന് ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഇവർ ഉറങ്ങി. ഉറങ്ങുന്ന സമയത്ത് ഇവർക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു, കാരണം മനസ്സ് ലയിച്ച് കിടക്കുകയാണല്ലോ. വീണ്ടും ഇവർ ഉണർന്നപ്പോൾ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചപ്പോൾ ഇവരും ഉണർന്നു. ഇവരുടെ മനസ്സ് ഉണർന്നെഴുന്നേറ്റതോടുകൂടി അതിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ആഗ്രഹവും വീണ്ടും ഉദിച്ചു. അങ്ങനെ ആ 121 സർഗം അവസാനിച്ചു. അടുത്തത് 122 സർഗമാണ് ബലപരിഭ്രംശം.